ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു രസകരമായ സിനിമയായി പറയാം. പേരിലുള്ള ദുരൂഹത പോലെ സിനിമയിൽ വലിയ രഹസ്യങ്ങളൊന്നുമില്ലെങ്കിലും കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളും പ്രകടനങ്ങളുമാണ് പ്രധാന ആകർഷണം. രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ സംവിധാനത്തിൽ കഥ പറയുന്ന രീതിയും ശ്രദ്ധ നേടുന്നു. വയനാടിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. എന്നാൽ പ്രധാനമായും തിരുനെല്ലിയിലെ ഒരു വീട്ടിലും ആശുപത്രിയിലുമാണ് സംഭവങ്ങൾ നടക്കുന്നത്. ഒരു കഥാപാത്രം മുഴുവൻ സമയവും കിടപ്പിലായിരിക്കുന്നതിനിടയിലും സിനിമ ഒരിടത്തും ബോറടിപ്പിക്കാതെ മുന്നോട്ടു പോകുന്നു. മാവോയിസ്റ്റ് വിഷയവും ഭരണകൂടത്തിൻ്റെ വ്യാഖ്യാനങ്ങളും പശ്ചാത്തലമായി വരുന്നു. പക്ഷേ കഥ കൂടുതൽ മനുഷ്യബന്ധങ്ങളിലേക്കും സംഭവങ്ങളിലേക്കുമാണ് ശ്രദ്ധിക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതി ലളിതമായ ഹാസ്യവും രസകരമായ സാഹചര്യങ്ങളുമാണ് നിറഞ്ഞത്. എന്നാൽ രണ്ടാം പകുതിയിൽ സിനിമയുടെ സ്വഭാവം മാറി ആക്ഷൻ, ത്രില്ലർ, സസ്പെൻസ് ഘടകങ്ങൾ കൂടി വരുന്നു. ഈ മാറ്റം ചിലർക്കു രസകരമായ അനുഭവമായി തോന്നാം, ചിലർക്കു അല്പം അസമത്വം തോന്നാനും സാധ്യതയുണ്ട്. പ്രകടനങ്ങളിൽ കുഞ്ചാക്കോ ബോബൻ നിസ്സഹായനായ സേതുവായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ദിലീഷ് പോത്തൻ കിടപ്പിലായ സഹോദരനായി ശക്തമായ പ്രകടനം നൽകുന്നു. സജിൻ ഗോപു, ചിദംബരം, ജാഫർ ഇടുക്കി എന്നിവരും ശ്രദ്ധേയരാണ്. മൊത്തത്തിൽ ഹാസ്യവും സാറ്റയറും പ്രകടനങ്ങളും ചേർന്ന ഒരു വ്യത്യസ്ത സിനിമാനുഭവമാണിത്. ചെറിയ ചില അസമത്വങ്ങൾ ഉണ്ടായാലും പ്രേക്ഷകനെ ആകർഷിച്ചു നിർത്തുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ്. പുതിയ സിനിമാ റിവ്യൂസുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും അമർത്താൻ മറക്കരുത്.